ഇത് സാധാരണഗതിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ് വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. അതെന്താ വെച്ചാൽ ഈ വാഹനത്തിൽ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പരിശോധന നടക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചത്. മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് മത്സരിച്ചത്. മന്ത്രിയായിരിക്കുമ്പോൾ മത്സരിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിരവധി പ്രാവശ്യം എൻ്റെ വണ്ടി പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധിക്കുന്ന സമയത്തെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് അവർ പരിശോധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പരിശോധന എല്ലാം കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർ സോറി പറയാറുണ്ട്, സാറേ ഞങ്ങൾ പിന്നെ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരെ അത് പെരുമാറുക. ആരെയും ഹരാസ് ചെയ്യുന്ന ഒരു സമീപനം അവിടെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടില്ല. എൻ്റെ വണ്ടി പല സമയത്തും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധനയ്ക്ക് നമ്മൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഇത് ഇലക്ഷൻ ആയതുകൊണ്ടാണ്. സാധാരണഗതിയിൽ പോകുന്ന സമയത്തുള്ളൊരു പരിശോധനയല്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നു, അവിടെ വരുന്ന ആളുകളെ പരിശോധിക്കുക, വാഹനം പരിശോധിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ നിറവേറ്റുന്നത്. അതിന് സംസ്ഥാന ഗവൺമെൻറ് യാതൊരു പങ്കുമില്ല. അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കൺട്രോളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി പരിശോധിക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഏത് ജനപ്രതിനിധിയാണെങ്കിലും ആരാണെങ്കിലും. എം പിയുടെ വാഹനം വെച്ച ആ ബോർഡ് വെച്ച വാഹനമാണ് പരിശോധന അവർ പറയുന്നത്. അങ്ങയുടെ വാഹനത്തിൽ ബോർഡുണ്ടല്ലോ. എം പിയുടെ വാഹനമല്ല, ഏത് വാഹനവും പരിശോധിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇപ്പോൾ എം പി ആണോ എന്ന് അറിയണ്ടേ അവർക്ക്? ഇപ്പോൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഒബ്സർവേഴ്സ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ആളുകളല്ല, എല്ലാവരും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തോന്നല്ല. എം പിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അത് പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ നമ്മളെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? നമുക്ക് അത്ര വലിയ ജനങ്ങൾ അകന്ന് നിൽക്കുന്ന ആളുകളല്ലല്ലോ നമ്മൾ ജനങ്ങളെ പോലെ, സാധാരണ ജനങ്ങളെ പോലെ തന്നെ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആയിരിക്കണം. എല്ലാവരും തുല്യരാണല്ലോ, ഈക്വലാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ചില ആളുകൾക്ക് പ്രത്യേക ഇമ്മ്യൂണിറ്റി വേണം എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഇലക്ഷൻ, വേറെ എന്തെങ്കിലും പ്രോട്ടോക്കോൾ ലംഘനമല്ലല്ലോ അത്. ഒരു ഫംഗ്ഷൻ നടക്കുന്നതുമായിട്ട് ആ ഫംഗ്ഷൻ പ്ലേസിലേക്ക് ചെല്ലുമ്പോഴല്ലല്ലോ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നോംസ് ഉണ്ട്. ആ നോംസ് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള കൃത്രിമത്വവും പണക്കൊഴുപ്പും കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിശോധന നടത്തുന്നത്. ഈ ഷാഫി പറമ്പിൽ പറഞ്ഞത് പെട്ടി